ഇടിഞ്ഞിത്ത് ആദ്യ കപ്പലെടുക്കുമ്പോൾ ഏറെ ആഘോഷത്തോടെ തുടങ്ങിയ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഇപ്പോഴും പൂർണ്ണമായും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നോർക്കണം. പോയ വർഷങ്ങളെ അപേക്ഷിച്ച് അടുത്ത നാളുകളിൽ വളർച്ച നേടാനായത് ആശ്വാസം പകരുന്നുണ്ടെങ്കിലും വിഴിഞ്ഞം വല്ലാർപാടത്തിന്റെ നഷ്ടം കൂട്ടുമോ എന്ന ആശങ്കയും ഇവിടെയുള്ളവർക്കുണ്ട്. 2011 ഫെബ്രുവരി 11 കണ്ടെയ്നർ കൈമാറ്റത്തിന് മാത്രമായി കൊച്ചി പോർട്ട് ട്രസ്റ്റ് വല്ലാർപാടത്ത് പുതിയ ടെർമിനൽ തുറന്നത്. ദുബായ് പോർട്ട് വേൾഡാണ് നടത്തിപ്പുകാർ. 25 കണ്ടെയ്നർ നിരകൾ വരെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അത്യാധുനിക ഷിപ്പ് ടു ഷോർ മെഗാമാക്സ് ക്രെയിനുകൾ തുടങ്ങി സുസ്ഥിരമായ ചരക്ക് നീക്കത്തിന് സാധ്യമായതെല്ലാം കഴിഞ്ഞ 13 വർഷത്തിനിടയ്ക്ക് വല്ലാർപാടത്ത് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഒരു വർഷം 10 ലക്ഷം കണ്ടെയ്നർ എന്ന ലക്ഷ്യത്തിലേക്ക് പക്ഷേ ഇനിയും എത്താനായിട്ടില്ല. എങ്കിലും വല്ലാർപാടത്തിന് മുന്നിൽ വിശാല സാധ്യതകളുണ്ടെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. നിലവിൽ കൊളംബോ അടക്കമുള്ള തുറമുഖങ്ങളിലുള്ള പോർട്ടിലെ കൺജഷൻ നമ്മളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ നിലവിൽ പുതിയ 2 ഗാൻട്രി ക്രെയിൻസും കൂടെ വന്നതുകൊണ്ട് തന്നെ അത്യാധുനികങ്ങളായ ക്രെയിനുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും എല്ലാം കൊച്ചിയിലും അവൈലബിൾ ആണ്. അതുതന്നെയാണ് വിഴിഞ്ഞത്തും അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും 2 കൂട്ടർക്കും നന്നായിട്ടേ വരികയുള്ളൂ. ഡ്രഡ്ജിംഗ് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു കോസ്റ്റ്. അതുകൊണ്ട് ആ ഒരു കോസ്റ്റ് കൊണ്ട് നമ്മുടെ പൈലറ്റേജ് ഏത് പോർട്ട് നോക്കുകയാണെങ്കിലും അതിലെല്ലാം ഏറ്റവും ഒരു കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. ആ ഡ്രഡ്ജിങ്ങിന്റെ പാർട്ട് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കണം. കാരണം ഇപ്പം കൽക്കട്ട പോർട്ടിൽ സെൻട്രൽ ഗവൺമെന്റാണ് ഡ്രഡ്ജിങ്ങിന്റെ എൻറ്റയർ കോസ്റ്റ് വഹിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചിൻ പോർട്ടിലും ആ ഡ്രഡ്ജിംഗ് കോസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കപ്പലുകളെ കൊച്ചിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിനും കൊച്ചിയിലെ റേറ്റുകൾ കുറച്ചു വയ്ക്കുന്നതിനും അത് വളരെയധികം സഹായമാകും. 2023-24 സാമ്പത്തിക വർഷത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 5.03% വർധനവുമായി 32.94 മില്യൺ ടൺ ചരക്ക് തുറമുഖം കൈകാര്യം ചെയ്തത് പ്രതീക്ഷ നൽകുന്നതാണ്. എങ്കിലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ വിദേശ കപ്പലുകൾ വല്ലാർപാടത്തെ ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. സാരമായി തന്നെ ബാധിക്കും. കാരണം വല്ലാർപാടത്ത് നിന്ന് കൊളംബോയിലേക്കും സലാലയിലേക്കുമാണ് പോകുന്നത് ഇന്റർനാഷണൽ കാർഗോകൾ പലതും. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് നേരിട്ട് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരിട്ട് ട്രാൻസ്ഷിപ്പിന് നടക്കുന്നൊരവസ്ഥ വരും. ഒരുപക്ഷെ വിഴിഞ്ഞത്തിന്റെ ഒരു അനുബന്ധ സ്ഥാപനമായി കുറച്ച് വർക്ക് കിട്ടിയാലായി നമുക്ക് അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും പ്രതീക്ഷയില്ല. വല്ലാർപാടത്തുള്ള പല ഷിപ്പിംഗ് കമ്പനികളും ഇപ്പോൾ തന്നെ അതിന്റെ പ്രവർത്തന കേന്ദ്രം വിഴിഞ്ഞത്തേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. നാം കെട്ടിപ്പൊക്കിയ ഒരു സൗധം, ഒരു സ്വപ്ന സൗധം അങ്ങനെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോഴും. വല്ലാർപാടത്ത് ചരക്ക് നീക്കത്തിന് കൂടുതൽ തുക മുടക്കേണ്ടി വരുന്നുവെന്ന പരാതിയും നിലവിലുണ്ട്. ആഭ്യന്തര ചരക്ക് നീക്കത്തിന് റെയിൽവേയും റോഡ് ഗതാഗതവും ആശ്രയിച്ചാൽ വല്ലാർപാടത്തിന്റെ നില കൂടുതൽ പരിങ്ങലിലാകും. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി